ഈ കാണുന്നത് വളരെ പ്രശസ്തമായ ഒരു പുണ്യ പുരാതന ക്ഷേത്രമാണ്. രാണു കൊട്ടാരത്തിന്റെ അധീനതയിലുള്ള ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ദുർഗാദേവിയാണ്. 12 വർഷത്തിലൊരിക്കൽ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസത്തിൽ ഭക്തജനങ്ങൾക്കു വേണ്ടി ഇവിടെ ഈ നട തുറക്കും. കഴിഞ്ഞ 12 വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് ദേവിയുടെ തിരുനട തുറക്കുന്ന ദിവസം. നട തുറക്കുകയും സന്നിധിയിലിരിക്കുന്ന അതിശ്രേഷ്ഠമായ മണിമാലയെടുത്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി പൂജകൾ കഴിഞ്ഞ് പിറ്റേ പൗർണമിയിൽ ദേവി സന്നിധിയിൽ സമർപ്പിക്കും. പൂട്ടിന്റെ പഴുതിലൂടെ 7 തവണ താളത്തിൽ ഊതിയാൽ മാത്രമേ നാഗപ്പൂട്ട് തുറക്കുകയുള്ളൂ. കാര്യങ്ങൾക്ക് കുറവൊന്നുമില്ലല്ലോ, എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നില്ലേ? നിങ്ങൾ എന്തായി പറയുന്നേ? ദേവിയുടെ കാര്യത്തിൽ എന്തെങ്കിലും കുറവ് തമ്പുരാനോ തമ്പുരാട്ടിയോ കല്യാണി മോളോ എന്തെങ്കിലും കാണിക്കോ? അതില്ല, എല്ലാം മംഗളമായി തന്നെ നടക്കും. ഒന്ന് വേഗാവട്ടെ സതീശ. ശരിയാക്കി തരാം ശിവ. അമ്പലത്തിൽ പോയിരുന്നോ ശിവദാസ? മഞ്ഞൾക്കൂട്ടും കൊണ്ടുവന്നു. ആ കല്യാണി എത്തിയില്ലേ ഇതുവരെ? അല്ല, മണിമാല എടുത്തുകൊണ്ടുവരേണ്ടത് അവളാ, അറിയാലോ. അറിയാം. ചിന്നുമോള് പൂക്കളെടുക്കാൻ പോയിരിക്കുക. വന്നാലുടൻ അമ്പലത്തിലേക്ക് പോവും. ആഹാ. ആരും കണ്ടില്ല. ചേച്ചി, ചിന്നു ചേച്ചി. നീ എന്തിനാ ഇവിടെ? ചിന്നു ചേച്ചി, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? എന്ത് ഹെൽപ്പ്? എന്റെ സ്കൂൾ ബസ് മിസ്സായി. എന്നെ ഒന്ന് സ്കൂളിലാക്കുവോ? എനിക്കതിനൊന്നും സമയമില്ല. കൊട്ടാരത്തിൽ ഇന്ന് പൂജയാ, അറിയാലോ. ഇഷ്ടം പോലെ പണിയുണ്ട് അവിടെ. അതിന് ഇനിയും സമയമുണ്ടല്ലോ. പ്ലീസ് ചേച്ചി, വേറെ വഴിയില്ല. ഒരു രക്ഷയില്ല. നീ വീട്ടിൽ പൊക്കോ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ദേവിക്ക് സമർപ്പിക്കേണ്ട പൂക്കളാ ഇത്. മനുഷ്യരെ സഹായിക്കാതെ ദേവി എടുത്ത് പോയിട്ട് എന്തോ കിട്ടാനാ? എന്നെ സഹായിക്കാതെ പോയ ചേച്ചി ഇതെന്ത് പൂജ ചെയ്തിട്ടും ഒരു കാര്യവും ഇല്ല. വാ, നീ കേറ്. ആ, പോവാം. പോവാം.
അമ്മേ. ആ അയ്യോ, അതല്ലമ്മേ. അത് മധുരമുള്ളതാ. ഒരു നേരം പോലും മുടങ്ങാതെ നീ എനിക്ക് ഗുളിക തരുന്നതല്ലേ? അതുകൊണ്ട് വല്ലപ്പോഴും ഒരിക്കലൊക്കെ മധുരമുള്ളതാവാം. അത് നമുക്ക് അടുത്ത ചെക്കപ്പ് കഴിഞ്ഞ് നോക്കാം. ഓ, ഈ മാലയ്ക്ക് സൗന്ദര്യം കൂടി. ചായ അവിടെ വെച്ചിട്ട് പോ. ഇപ്പൊ വേണ്ടെങ്കിൽ ഞാൻ പിന്നീട് കൊണ്ടുവരാം. വേലക്കാരിയുടെ ഇഷ്ടത്തിനും സൗകര്യത്തിനുമാണോ ഞാൻ ചായ കുടിക്കേണ്ടത്? നിന്റെ അഭിപ്രായമൊക്കെ അവിടെ അടുക്കളയിൽ മതി. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ആ ചായ അവിടെ വെച്ചിട്ട് വേഗം പോവാൻ നോക്ക്. ആ സതീഷേട്ടാ, ഇന്നാണ് പൂജ. ഇത് ഇന്നെങ്ങാനും തീരുവോ? എന്റെ പൊന്നു ചിന്നു, തീരും. ആ തീർന്നാ മതി. ദിപ്പ ശരിയാക്കി തരാം. മക്കളെ, എന്തെങ്കിലും പോയി കഴിക്കും. ഇതിങ്ങനെയല്ല, ഇങ്ങോട്ട് ഇറങ്ങിക്കേ. ഇങ്ങനെയാ. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. ഒന്ന് വേഗം ആയിക്കോട്ടെ. ആ തമ്പുരാനെ. ഓ വന്നോ? എവിടെയായിരുന്നു ഇത്ര നേരം? ഒന്നും പറയണ്ട, ഞാൻ വരുന്ന വഴിക്കേ. വേണ്ട, അതൊന്നും എന്നോട് ബോധിപ്പിക്കണ്ട. നീ വരാൻ വൈകിയതിൽ വേവലാതിപ്പെട്ട് അകത്തൊരാളിരിപ്പുണ്ട്. അവിടെ ചെന്ന് പറഞ്ഞാ മതി കാര്യകാരണങ്ങളൊക്കെ. ഈ വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് വേഗം വരിക. ഞാൻ പോയി തമ്പുരാട്ടി ഒന്ന് സോപ്പിടട്ടെ. അത് കഴിഞ്ഞ് ഞാൻ വേഗം റെഡിയായി വരാം. ചെല്ല്. തമ്പുരാട്ടിക്കുട്ടി, പിണക്കത്തിലാണോ മാഡം? എത്രയും നേരം എവിടെയായിരുന്നു? നീ എന്നോട് മിണ്ടണ്ട. അതെങ്ങനെ ശരിയാവും? എനിക്ക് വേറെ ആരാ മിണ്ടാനുള്ള? ഇങ്ങനെ ഇരുന്നാ മതിയോ? ഒരുങ്ങണ്ടേ? ഇപ്പൊ എന്റെ തമ്പുരാട്ടിക്കുട്ടി സുന്ദരിയായി. പോട്ട സീതേ, അവൾ എന്റെ കുട്ടിയല്ലേ? എന്റെ ചേച്ചിക്ക് കൊടുത്ത രാജമുദ്രയുള്ള മോതിരം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസായിരുന്നു. ഞാൻ പറഞ്ഞല്ലേ, അത് തമ്പ്രാട്ടിയുടെ വിരലിൽ തന്നെ കിടന്നാ മതിയെന്ന്.
അത് ലക്ഷ്മിയുടെ കയ്യിൽ കിടക്കുന്ന കൂടുതൽ ഭംഗി. Aishwarya Lakshmi, looking too gorgeous. ഒരു ജോലി ചെയ്താ അത് മര്യാദയ്ക്ക് ചെയ്യണം. ഒരു സോറി പറഞ്ഞിട്ട് നീ അടുത്ത ജോലി ചെയ്യാൻ നോക്ക്. സോറി മാഡം. ശരിക്കും രാജകുമാരി തന്നെ. ഇളമുറ തമ്പുരാട്ടി. അയ്യോ, ഞാൻ രാജകുമാരിയൊന്നുമല്ല, പാവൻ ശിവദാസന്റെ ഇളയ മകളാ. ഞാൻ പോയി ഈ ഡ്രസ് ഒന്ന് മാറിയിട്ട് വരട്ടെ. അല്ല, പത്രക്കാരൊക്കെ തമ്പുരാനെ കാത്ത് പുറത്തു നിൽക്കുക. വാ. എത്രയായി? 12,750. ഓക്കെ. അക്കൗണ്ടിൽ ക്യാഷ് തികയത്തില്ലല്ലോ. കല്യാണി വിളിച്ച് ചോദിക്കാം. 1 സെക്കൻഡ്. എല്ലാവർക്കും നമസ്കാരം. ഈ ചടങ്ങിലേക്ക് വന്ന് ഇത്ര നേരം ഇവിടെ നിന്ന നിങ്ങളോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നിങ്ങളെല്ലാവരും പൂജയിൽ പങ്കെടുത്ത് പ്രസാദവും വാങ്ങിയിട്ടേ പോകാവൂ. പിന്നെ നാഗബന്ധത്തെക്കുറിച്ചും മണിമാലയെക്കുറിച്ചുമൊക്കെയല്ലേ നിങ്ങൾക്കറിയേണ്ടത്? അതെ. അത് എന്നെക്കാളും വ്യക്തമായി പറഞ്ഞു തരാൻ കഴിയുന്നത്
ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ ചിന്നു എന്ന് വിളിക്കുന്ന ഇതാ കല്യാണി മോൾക്കായിരിക്കും. അവള് പറഞ്ഞു തരും എല്ലാം. മോളെ പറഞ്ഞു കൊടുക്ക്. തുമ്പി ചേച്ചിയാ? ഇവളിത് എവിടെ പോയി കിടക്കുവാ? നീ ഇതെവിടെയായിരുന്നുടി? ഞാൻ കൊട്ടാരത്തിലാ. ഇന്നിവിടെ പൂജയാ. എന്താ ചേച്ചി? അത് എനിക്കിന്ന് ഹോസ്റ്റൽ ഫീ അടയ്ക്കണം. പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളും വാങ്ങിക്കാനാ. ഒരു 13,000 രൂപ ഒന്ന് അയച്ചു തരുമോ? 13,000 രൂപ ഇപ്പോ? ഇല്ലെങ്കിൽ വേണ്ട, ഹോസ്റ്റലിൽ നിന്ന് ഇറക്കി വിടുന്നതിന് മുന്നേ ഞാൻ വീട്ടിൽ വന്ന് നിന്നോളാം. ചേച്ചി ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാനൊന്ന് നോക്കട്ടെ. വേഗം വേണം. എത്ര പറഞ്ഞത്? 12,750, റൈറ്റ്? അതെ മാഡം. ചേച്ചി തിരക്കിലാണെന്ന് തോന്നുന്നു. ഡൺ. മാഡം എവിടെയാ വർക്ക് ചെയ്യുന്നത്? സർ. മോർണിംഗ് സർ. പിന്നെ ഫെസ്റ്റിവൽ സീസൺ ആണ്, ഫ്ലൈറ്റ്സിന്റെ എല്ലാം ഫ്രീക്വൻസി കൂട്ടണം. ഷുവർ സർ. വായുപുത്ര എയർലൈൻസ് ഷുഡ് ബി നമ്പർ 1. 1 മിനിറ്റ്. വേഗം വാ, അമ്മ കാത്തിരിക്കുക. ഒരു 15 മിനിറ്റ്സ് ഞാൻ വീട്ടിലുണ്ടായിരിക്കും. മാഡം കമ്മിങ്, മാഡം കമ്മിങ്. എന്തിനായിരിക്കും ഞാൻ വിളിച്ചു നിർത്തിയെന്ന് നിനക്കറിയാലോ. എന്തിനാ ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നത്? ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ ഞാൻ പ്രത്യേകം പറയണോ? അമ്മേ, അച്ഛന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? അതെ, നിന്റെ അച്ഛന്റെ മുഖം തെളിഞ്ഞു കണ്ടിട്ട് എത്രയോ കൊല്ലമായി. അമ്മേ,
എനിക്ക് അഭിമാനത്തോടെ പറയാം, എന്റെ മൂത്ത മകൻ പൈലറ്റ് ആണെന്ന്. അതമ്മയ്ക്ക് അഭിമാനത്തോട് പറയാം. അല്ല, മഹി എവിടെ അമ്മേ? ആ ഊരുതിണ്ടി എവിടെയെന്ന് ആർക്കറിയാം. നേരെ നോക്കി. ആ ദാസ, ഞാൻ നേരെ ഉമ്മാരെ കൊണ്ട് വെപ്പിച്ചതാ. പിന്നെ എന്താ പറ്റിയെന്ന് അറിയില്ല. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. വാടാ. ദാസേട്ടോ, ഇനി നമ്മള് വലുതുകാലം വെച്ച് കയറിയതിന്റെ ഐശ്വര്യം എന്ന് പറയല്ലേ? അതൊക്കെ പോട്ടെ. അല്ല, നീന്ത എത്ര താമസിച്ചേ? ഒരു വലിയ പ്ലാനിങ്ങിലായിരുന്നു. പറഞ്ഞ ദാസേട്ടന് മനസ്സിലാവില്ല. അല്ല, തമ്പുരാനും തമ്പുരാട്ടി എവിടെ? അകത്തുണ്ട്. ഒന്ന് ശ്രദ്ധിക്കേ. തമ്പുരാനെ, തമ്പുരാട്ടി സുഖാണോ നിനക്ക്? ഓ, സുഖാണ് തമ്പുരാനെ. അന്നും ഇന്നും നരേന്ദ്രൻ ഞങ്ങളുടെ മനസ്സിലുണ്ട്. മറക്കില്ല ഞങ്ങൾ, അല്ലേ? ഞാനും മറക്കില്ല. ഓ, നരേന്ദ്രൻ അങ്ങോട്ട് ചെന്ന് വിശ്രമിക്കേ. അയ്യോ, വിശ്രമിക്കാനോ? ഞാൻ വന്നത് തന്നെ താമസിച്ച. ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ. ഇനി ഒരു റെസ്റ്റും ഇല്ല. ഹോമം കഴിഞ്ഞിട്ടേ എനിക്ക് റെസ്റ്റ് ഉള്ളൂ. ഓഹോ, എന്നാ ഞാനങ്ങോട്ട്. ആയിക്കോട്ടെ. കല്യാണി, ഇന്നിന് പോണോ മഹിയേട്ടാ? ഇന്നും കൂടി ഞങ്ങളോടൊപ്പം തങ്ങിക്കൂടെ? ഞാൻ അടുത്ത മാസം വരുന്നുണ്ടല്ലോ, അപ്പോ നിങ്ങളുടെ കൂടെ നിൽക്കാം. എടാ, എന്നാ ശരി, പോട്ടെ. ശരി ഏട്ടാ. മോനെ കൃഷ്ണേട്ടാ, ഇത് ജയറാമേട്ടന് കൊടുത്തേക്ക്. താങ്ക്സ് ഏട്ടാ. ഇതെന്തായാലും അച്ഛൻ ഇഷ്ടപ്പെടും. എന്നാ പിന്നെ ഞാൻ. മോനെ, മുണ്ടെടുത്തു പോയാൽ അമ്മ വഴക്ക് പറയില്ലേ? അത് ഞാൻ വീടെത്ത് മുന്നേ മാറ്റിക്കോളാം. ശരി, എന്നാ ശരി, ഞാൻ പോട്ടെ. കൃഷ്ണേട്ടാ, ഒന്ന് വന്നേ. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഓ, അഞ്ജലിയുടെ കല്യാണക്കാരെ ഓർത്ത് ഒരു ടെൻഷനും വേണ്ട. സമയമാകുമ്പോൾ നമ്മളെല്ലാം ചേർന്നത് അങ്ങ് നടത്തും. എല്ലാ സഹായത്തിനും ഞാനും കാണും കേട്ടോ. ഓ, ശരി.
കാർത്തിക പൂജയുടെ മുഹൂർത്തമായി. വാമോളെ ഇവിടുത്തെ ഉപ്പും ചോറ് നിന്നിട്ട് തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും വിശ്വാസവും സ്നേഹവും പിടിച്ചു പറ്റി സ്വത്തിന് വേണ്ടി അവരെ കൊന്നല്ലടാ. ഓ ചോദിക്കേണ്ടവർ ചോദിക്കുമ്പോ താനേ സത്യം പറഞ്ഞോളൂ. ഞാനേ പോലീസിനെ വിളിക്കാൻ പോവാ. ഈ മൂന്നിനെ പിടിച്ച് അകത്ത് മുറി കൂട്ടിയിട്. ചെല്ലടാ, അകത്തോടെ പൂട്ടിയിട്. അമ്മയില്ലാത്ത വർഗങ്ങള് കൊണ്ടുപോടാ.